വിഷ്ണുവേട്ടനോട് വെറുതെ ഒന്ന് ചോദിച്ചു. അപ്പോഴേക്കും പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയ ചാൻസല്ലേ, വേഗം ഇങ്ങോട്ട് പോന്നു. വിഷ്ണുവിനോട് കയറിയിട്ട് പോകാൻ പറഞ്ഞൂടായിരുന്നു മോളെ. ഈ വാതുക്കെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ പോയല്ലോ. അതൊക്കെ ഇനിയാകാലോ വെച്ചാ. ഇപ്പൊ പെട്ടെന്ന് ഏട്ടനെന്തോ അത്യാവശ്യമെന്ന് പറഞ്ഞാ പോയത്. പറഞ്ഞുകൊണ്ട് അവൾ കാലുകൾ രണ്ടും ഒന്ന് നനച്ച ശേഷം ഉമ്മറത്തേക്ക് കയറി. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അമ്മേ? ഞാനും അച്ഛനും ഓരോ കാലിച്ചായ കുടിച്ചു. മോള് വരുമെന്ന് അറിയില്ലായിരുന്നല്ലോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും കരുതിയാനെ. ഉച്ചയ്ക്ക് എന്തായിരുന്നു കൂട്ടാനൊക്കെ? പരിപ്പും വെള്ളരിയും കൂടി ഒഴിച്ചുകറിയും പച്ചക്കായും അച്ചിങ്ങപ്പയറും കൊണ്ട് മെഴുക്കുവരട്ടി, പിന്നെ അരിക്കൊണ്ടാട്ടവും ഉണ്ടായിരുന്നു. ഹാവൂ, കേട്ടിട്ട് നാവ് വെള്ളം വരുന്നു. വേഗം ഒരുപിടി ചോറെടുത്താട്ടെ. എനിക്കത് മതി. മോള് പോയി കൈ കഴുകുക, അപ്പോഴേക്കും അമ്മ എല്ലാം എടുത്തു വെക്കാം. ലേഖ പറഞ്ഞതും അമ്മാളും അകത്തേക്ക് ഓടി. അവളുടെ ഓട്ടവും സംസാരവും ഒക്കെ കേട്ടുകൊണ്ട് അവർ രണ്ടാളും ചിരിയോട് കൂടി നിന്നു. അമ്മേ, അമ്മയുടെ ഫോൺ തരുമോ? കൈ കഴുകി വന്ന ശേഷം അകത്തളത്തിലെ ഊണുമുറിയിലേക്ക് കടന്നു വന്നതായിരുന്നു അമ്മാളു. ഇതാ ആ മേശപ്പുറത്തുണ്ട് മോളെ, എടുത്തോ. ലേഖ പറഞ്ഞതും അമ്മാളു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. അപ്പയൊന്ന് വിളിക്കട്ടെ, ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും മുൻകൂട്ടി തീരുമാനിച്ചതല്ലോ, അതുകൊണ്ട് കാലത്തെ ഒന്നും പറയാതെയാ പോകുന്നത്. പ്രഭയുടെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ കാതിലേക്ക് വെക്കുന്നതിനിടയിൽ അമ്മാളു പറഞ്ഞു. 1-2 ബെല്ലടിച്ചതിന് ശേഷം അവരുടെ ശബ്ദം അമ്മാളുവിൻ്റെ കാതിൽ പതിഞ്ഞു. ഹലോ ലേഖേ. അപ്പേ, ഇത് ഞാനാ അമ്മാളു. ആ മോളെ, നീ എവിടെയാ? ഞാനിന്ന് ഇല്ലത്തേക്ക് പോന്നു. കോളേജിൽ നിന്നും മടങ്ങുന്ന നേരത്ത് ഇവിടേക്കൊന്ന് അയക്കാമെന്ന് വിഷ്ണുവിനോടും ചോദിച്ചു. വിടുമെന്ന് പ്രതീക്ഷിച്ചൊന്നും അല്ലായിരുന്നു, പക്ഷെ എന്തോ ആള് പോയിക്കോളാൻ പറഞ്ഞു. അതെയോ, നല്ല കാര്യം. എന്നിട്ട് എവിടെ എല്ലാവരും? വിഷ്ണു ഇന്ന് മടങ്ങി വരുമോ മോളെ? അയ്യോ അമ്മേ, വിഷ്ണുവേട്ടൻ ഇല്ലത്തേക്ക് കയറിയത് പോലുമില്ല. എന്തോ തിരക്കായിരുന്നു അത്രേ, അതുകൊണ്ട് ഏട്ടൻ പെട്ടെന്ന് തന്നെ മടങ്ങി പോന്നു. എത്ര തിരക്കുണ്ടെങ്കിലും അവനൊന്ന് കയറിയിട്ട് പോയിക്കൂടായിരുന്നു? ഒന്നുമില്ലെങ്കിലും ആ പഠിപ്പുര വരെ എത്തിയതല്ലേ. അതൊന്നും സാരല്ലമ്മേ, ഏട്ടന് എത്രയ്ക്കെന്തോ അത്യാവശ്യമായിപ്പോയി. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇവിടെയുണ്ട്, ഞാൻ അച്ഛൻ്റെ കൈ കൊടുക്കാമേ. പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ അരികിൽ നിന്ന് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പ്രഭയോട് സംസാരിച്ചുകൊണ്ട് രാമൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ എങ്ങനെയുണ്ട് മോളെ? എല്ലാവർക്കും നിന്നോട് കാര്യമാണോ? ലേഖ മകളുടെ അരികിലേക്ക് ഒരു കസേര വലിച്ചിട്ട് കൊണ്ടുവന്നിരുന്നു. കാര്യമാണമ്മേ, എല്ലാവർക്കും എന്നെ വളരെ ഇഷ്ടമാണ്. യാതൊരു കുഴപ്പമില്ല, സുഖമാണ്. എൻ്റെ പൂർണ്ണത്രീശ, അതുമാത്രം കേട്ടാൽ മതി. ലേഖ തൻ്റെ വലത് കൈയെടുത്ത് അവരുടെ നെഞ്ചിലേക്ക് അമർത്തി മുകളിലേക്ക് നോക്കി പറഞ്ഞു. അമ്മാള് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ നന്നായി ഉരുളയുരുട്ടി കുഴച്ച് ചോറുണ്ണുകയാണ്. ഊണ് കഴിച്ച ശേഷം അവൾ നേരെ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച ശേഷം കയറി ഒറ്റക്കിടപ്പ്. സുഖനിദ്രയായിരുന്നു. ഒരാഴ്ച കൂടിയാണ് മതിവരുവോളം ഒന്ന് ഉറങ്ങുന്നത്. വിഷ്ണുവിൻ്റെ വീട്ടിലാകുമ്പോൾ രാത്രി 11 മണിയാവാതെ ആരും ഉറങ്ങില്ല. കാലത്ത് 5 മണിക്ക് വിഷ്ണുവിൻ്റെ അലാറം ശബ്ദിക്കുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യും. ചിലപ്പോൾ അതിനു മുന്നേ എഴുന്നേറ്റ് കുളിയും തേവാരവും ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അതിനോടൊക്കെയുള്ള മറുപടിയായിരുന്നു ഇന്നത്തെ സുഖനിദ്ര. 5:30 കിടന്ന പെണ്ണ് എഴുന്നേറ്റത് രാത്രി 11 മണിയായപ്പോഴാണ്. ഇടയ്ക്കൊക്കെ ലേഖയെ അവളെ ഒന്ന് ഉണർത്തുവാൻ ശ്രമിച്ചെങ്കിലും അമ്മാളു അത് വലുതും അറിയുന്നു. അമ്മാളോ, ഒന്ന് എണ്ണിക്ക് കുട്ടി നീ. ഇത് എന്തൊരു കിടപ്പാണെന്ന് നോക്കി. അമ്മ വന്ന് ചുമലിൽ കൊട്ടി വിളിച്ചപ്പോൾ അവൾ കണ്ണു തുറന്നു. ക്ലോക്കിലെ സമയം കണ്ടതും അവൾ ഞെട്ടിപ്പോയി. ഇത് കാലത്തെ 11 മണിയാണോ അതോ? അവൾ ജനാലയിലേക്ക് നോക്കി. കാലത്ത് 11 മണി എഴുതി കിടന്ന് ഉറങ്ങിക്കോ. ഇപ്പം നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? കോളേജ് വിട്ട് വന്ന വേഷത്തിൽ കയറി കിടന്നതല്ലേ, ഒന്ന് മേല് കഴുകുപോലും ചെയ്തില്ല. ലേഖ ശാസിച്ചതും അമ്മാളു കണ്ണും തിരുമി എഴുന്നേറ്റു. വിശക്കുന്നമ്മേ. മുമ്പത്തെ കറികളൊക്കെ തന്നെയാണോ ഉള്ളത്? നിനക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ ആറി തണുത്തിട്ടുണ്ടാവും. അതെന്താ അമ്മേ? ആറി തണുത്തു പോയ എൻ്റെ ഇഷ്ടവിഭവം പായസമാണോ? അവൾ ആകാംക്ഷയോടെ അമ്മയെ നോക്കി. പായസമൊക്കെ നാളെ ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ആ കിഴക്കേത്തൊടിയിൽ നിന്ന് വൈകുന്നേരം അച്ഛന് ചേന പറിച്ചുകൊണ്ട് വന്നു. വെന്തപ്പോൾ നല്ല പുട്ടുപോലെ പൊടിഞ്ഞിരിക്കുന്നു. നല്ല എരിവുള്ള കാന്താരി ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഇപ്പം കഴിക്കുന്നുണ്ടോ മോളെ? ഇല്ലെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജ് വയ്ക്കാം. ദുഷ്ടേ, എന്തൊരു ചോദ്യമാണ് ഇത്? ഇപ്പം കഴിക്കുന്നുണ്ടോന്നോ? ഇഡലിത്തട്ടിലേക്ക് അതൊന്ന് വെച്ച് അമ്മ ആവി കയറ്റിക്കോ, ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ഒന്ന് മേല് കഴിയട്ടെ, വിയർപ്പ് മണക്കുന്നു. പറഞ്ഞുകൊണ്ട് തന്നെ അവൾ മാറ്റി ഉടുക്കുവാനുള്ള ഒരു ചുരിദാറുമെടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ അവളെ കിടുകിടായെന്ന് വിറച്ചു. നല്ല തലവേദനയും ചെറിയ തോതിൽ പനിയും ഒക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഇല്ലത്തെത്തിയപ്പോൾ അവയൊക്കെ ആവിയായിപ്പോയി. എന്നാലും ആ തലവേദന ഇപ്പോൾ പതിയെ പൊന്തി വരുന്ന പോലെ അവൾക്ക് തോന്നി. കിണറ്റിലെ ശുദ്ധമായ വെള്ളത്തിലൊന്ന് കുളിച്ചേക്കാം എന്ന് കരുതി അമ്മാൾ തലമുടിയും നനച്ചു. ഇറങ്ങി വന്നപ്പോൾ അമ്മയുടെ നാവിൽ നിന്നും ആവശ്യത്തിലധികം അവൾ വഴക്കും കേട്ടു. അവൾ പറഞ്ഞതുപോലെ തന്നെ ഇഡലിത്തട്ടിൽ വെച്ച് ഒന്നുകൂടി ആവി കയറ്റി എടുക്കുകയാണ് ചേനപ്പുഴുക്ക്.
അച്ഛൻ എവിടെ കിടന്നോ? ഈ ഷുഗറിന് ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട് അച്ഛൻ നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവിടെ കിടക്കുമല്ലോ. ഈ പൊതുന്ന ചേനക്കഷ്ണത്തെ ഒരു സ്പൂൺ കൊണ്ട് ഉടയ്ക്കുകയാണ് അമ്മാളു. അവിടെ തൊടിയിൽ ചേനയും കാച്ചിലും ഒക്കെ ഉണ്ടോ മോളെ? സത്യം പറഞ്ഞാൽ ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല അമ്മ ഇതുവരെ. അതിനുള്ള നേരവും കാലവും ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 4ാമത്തെ ദിവസം മുതൽ കോളേജിൽ പോകാൻ തുടങ്ങിയല്ലേ. കാലത്ത് 8 മണിയാകുമ്പോൾ കോളേജിൽ പോയാൽ തിരികെ എത്തുമ്പോൾ എങ്ങനെയായാലും 5:30 പിന്നെ കുറച്ച് സമയം അമ്മയോടോ ഏട്ടത്തിയോടോ ഒക്കെ സംസാരിച്ചിരിക്കും. ചായയൊക്കെ കുടിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോകും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ ട്യൂഷൻ തുടങ്ങും. ട്യൂഷനോ? ആർക്ക്? ലേഖ അതിശയത്തോടു കൂടി മകളെ നോക്കി. എനിക്ക്. പിന്നെ അവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. പുറത്തുനിന്ന് ആളും ഒന്ന് പഠിപ്പിക്കുവാണോ? എന്തിന്? ആളൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അമ്മേ. ആര്? ഓ, വിഷ്ണുവാണോ പഠിപ്പിക്കുന്നത്? അതെ. ചെറു ചൂടുള്ള ചേനക്കഷ്ണം എടുത്ത് നല്ല എരിവുള്ള കാന്താരി ചമ്മന്തിയിൽ മുക്കി ഇടത് കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് അമ്മാളു കഴിക്കുകയാണ്. ഇത്തിരി തണുത്തിട്ട് കഴിക്കും മോളെ, അല്ലെങ്കിൽ വയറ് കിടന്നെരിയും. ലേഖ വഴക്ക് പറഞ്ഞെങ്കിലും അമ്മാളും അതൊന്നും കാര്യമാക്കിയില്ല. 3-4 കഷ്ണം ചേന എടുത്ത് അവൾ കഴിച്ചു. എന്നിട്ട് അതിനു പുറമെ ഒരു പിടി ചോറും. നീ അവിടെ ഇതുപോലൊക്കെ കഴിക്കുമോ അമ്മാളു? എനിക്ക് സത്യം പറഞ്ഞ അവിടുത്തെ ഫുഡൊന്നും പിടിക്കത്തില്ല അമ്മേ. മത്സ്യവും മാംസവും ഒക്കെ നിർബന്ധമാണ് അവിടെയുള്ളവർക്ക്. നമുക്ക് അതൊക്കെ ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് ഛർദ്ദിക്കാൻ തോന്നും. അവരുടെ ഒപ്പം ഊണുമേശയിലിരുന്നൊന്നും ഞാൻ ആഹാരം കഴിക്കാറില്ല. കുറച്ചു മാറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ വാരി കഴിച്ചിട്ട് പോവും. ശീലങ്ങളൊന്നും ആർക്കും മാറ്റാൻ സാധിക്കില്ല കുട്ടി. സാരമില്ല, കുറേ നാളുകൾ കഴിയുമ്പോഴേക്കും നിനക്ക് സാവധാനം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ ഒരുപാടായില്ലേ, അമ്മ പോയി കിടന്നോ. നീ ഒറ്റയ്ക്ക് കിടക്കുമോ? ഇല്ലെങ്കിൽ ഞാനും ഒപ്പം വരാം. ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ ഈ വീട്ടിൽ ഇത്ര നാളും തനിച്ചല്ലായിരുന്നോ കിടന്നത്? എനിക്ക് പേടിയൊന്നുമില്ല, അമ്മ പോയി കിടന്നു. ആ മൺകൂജിയിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്ത് വെക്കുക കേട്ടോ. രാത്രിയിൽ അങ്ങനെ ദാഹിച്ചാൽ കുടിക്കാം. ഒരു കോട്ടുവായിട്ടുകൊണ്ട് ലേഖ എഴുന്നേറ്റ് മുറിയിലേക്ക് പോകുന്നതിനിടയിൽ അമ്മാളുവിനോട് പറഞ്ഞു. അവൾ തല കുലുക്കി. വാതിലിൽ ആരോ തട്ടുന്നത് പോലെ തോന്നി. ലേഖ കണ്ണു തുറന്നു. സമയം നോക്കിയപ്പോൾ 2 മണി. രാമേട്ടാ, ഏട്ടാ, ആരോ വാതിൽ കൊട്ടുന്നു. തൊട്ടരികിലായി കിടക്കുന്ന ഭർത്താവിൻ്റെ ചുമലിൽ ലേഖ കുലുക്കി വിളിച്ചു. ആരാത്? പെട്ടെന്ന് അയാൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് ചോദിച്ചു. അമ്മാളു അച്ഛാ, തനിച്ച് കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് വിളിച്ചതാ. വാതിൽക്കൽ നിന്നുകൊണ്ട് അമ്മാളു വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ലേഖ ചിരിച്ചുകൊണ്ട് വന്ന് വാതിൽ തുറന്നു. എൻ്റെ കുട്ടി, നിന്നോട് ഞാൻ മലയാള ഭാഷയിലല്ലേ ചോദിച്ചത് ഒപ്പം കിടക്കണമെന്ന്? എന്തായിരുന്നു അത്രേ അപ്പോഴത്തെ ഡയലോഗ്? പേടിച്ച് മൂത്രമൊഴിച്ച് നാറ്റിച്ചോ നീ? പോ അമ്മേ, കളിയാക്കല്ലേ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് എനിക്ക് പേടി വന്നത്, ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ശരി രാമേട്ടാ, ഞാൻ മോടെ ഒപ്പം കടന്നോളാം കേട്ടോ. മഗ്ഗി വെള്ളം ഇരിപ്പുണ്ട്, ആവശ്യം വന്നാൽ എടുത്ത് കുടിച്ചോളൂ കേട്ടോ. ഇത്ര നേരം നീ ഉറങ്ങാതെ കിടക്കുമായിരുന്നു മോളെ? ചെറുതായൊന്ന് മയങ്ങി, പിന്നെ എന്തോ ഉറക്കം വന്നില്ല, വെറുതെ അങ്ങനെ കിടന്നു. അമ്മാളു അച്ഛനോടായി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അമ്മയും കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലെ ചൂട് പറ്റി കിടന്ന ശേഷമാണ് അമ്മു വീണ്ടും ഉറങ്ങിയത്. കാലത്തെ 9 മണിയായപ്പോൾ പ്രഭയുടെ കോള് വന്നു. അമ്മാളുമായിരുന്നു ഫോൺ എടുത്തത്. ഹലോ അപ്പേ. മോളെ എന്തെടുക്കുക? കാപ്പി കുടിച്ചോ നീ? കഴിഞ്ഞു. അവിടോ? ഇവിടെയും കഴിഞ്ഞു. കുട്ടികളെല്ലാവരും എവിടെ? ഇന്ന് ക്ലാസ് ഉണ്ടോ അപ്പേ? ഇന്ന് ആർക്കും ക്ലാസ് ഇല്ല മോളെ, അതുകൊണ്ട് എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ശേഷം ഇല്ലത്തേക്ക് വരുന്നുണ്ട്. മോൾ ഇന്നും മടങ്ങി വരുമോ? അതോ? തിങ്കളാഴ്ച ഇവിടുന്ന് കോളേജിലേക്ക് വന്നോളാം എന്നാ ഞാൻ വിഷ്ണുവേട്ടനോട് പറഞ്ഞത്. അമ്മയൊക്കെ വരികയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഒപ്പം പോരാ. സാരമില്ല, ഞങ്ങളുടെ വരവ് നാളത്തേക്കാക്കാം മോളെ. അപ്പോൾ നിനക്ക് ഒരു ദിവസം കൂടി നിൽക്കാമല്ലോ. അത് വേണ്ടമേ, കുട്ടികളെല്ലാവരും ഇന്ന് ആഗ്രഹിച്ചിരിക്കുകയല്ലേ, അവർ പോരട്ടെ. നമുക്ക് രാത്രിയിൽ അത്താഴമൊക്കെ കഴിച്ച ശേഷം മടങ്ങാം. അമ്മാളു പറഞ്ഞതും പ്രഭ സമ്മതിച്ചു. അമ്മേ, മീരടത്തി എവിടെ? എൻ്റെ അരിയിലുണ്ട്, കൊടുക്കാം മോളെ. പ്രഭ ഫോൺ മീരയ്ക്ക് കൈമാറി. ഹലോ മോളെ. ഏട്ടത്തി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാനും അമ്മയും വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മോളുടെ അമ്മയും അച്ഛനൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ തൊട്ടടുത്തുള്ള അയ്യപ്പക്ഷേത്രത്തിൽ പോയതാ. ഇന്ന് ശനിയാഴ്ചയല്ലേ, പിന്നെ അമ്മ അടുക്കളയിലുണ്ട്. തിരക്കിയതായി പറയണം കേട്ടോ. ഏട്ടത്തി വൈകുന്നേരം കുട്ടികളുടെ ഒപ്പം വരില്ലേ? നോക്കട്ടെ മോളെ, പറ്റുമെങ്കിൽ വരാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ. ഏട്ടത്തി വരാൻ മാക്സിമം ട്രൈ ചെയ്യണേ. ശരി മോളെ. ഏട്ടത്തി, എങ്ങനെയാണ് അവരെല്ലാവരും ഇവിടേക്ക് വരുന്നത്? വിഷ്ണുവേട്ടൻ കൊണ്ടുവരുമോ? ഇല്ല മോളെ, അച്ഛനായിരിക്കും. അമ്മ അങ്ങനെ പറഞ്ഞ അച്ഛനെ കാലത്തെ അയച്ചത്. ശരി ഏട്ടത്തി. കുറച്ച് സമയം കൂടി കുശലം പറഞ്ഞ ശേഷം അമ്മാള് ഫോൺ വെച്ചു. വിഷ്ണുവിന് എവിടെ ഉണ്ടാവോ? താനിപ്പോൾ ചോദിച്ചാൽ അത് അമ്മ കേൾക്കും.
കാലത്തെ അമ്മയോട് പറഞ്ഞത് വിഷ്ണുവേട്ടൻ തന്നെ വിളിച്ചെന്നായിരുന്നു. അമ്മാള് ഫോണുമായിട്ട് അടുക്കളയിലേക്ക് ചെന്നു. അമ്മയോട് അവരൊക്കെ വരുന്ന കാര്യം പറഞ്ഞു. എല്ലാവരും വരുന്നത് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പോലും മകളിന്ന് തിരിച്ചു പോകുമല്ലോ എന്നോർത്തപ്പോൾ ലേഖയ്ക്ക് സങ്കടമായി. എന്നാലും അവർ അതൊന്നും പുറമേ കാണിക്കാതെ കൊണ്ട് നടന്നു. വൈകുന്നേരത്തോടെ മേലടത്തുനിന്നും വിഷ്ണുവും സിദ്ധുവും ഒഴികെ എല്ലാവരും കൂടി അമ്മാളുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു. ലേഖയും അമ്മാളുവും കൂടി തൊടിയിൽ നിന്നും ചേനയും ചേമ്പും ഒക്കെ പറിച്ചു പുഴുങ്ങി കാന്താരി ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ ചപ്പാത്തിയും പൂരിയും കിഴങ്ങ് കറിയും ടൊമാറ്റോ ഫ്രൈയും ഒക്കെ റെഡിയാക്കി വെച്ചു കഴിഞ്ഞു. ഒരുപാട് മധുരപലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് അവർ അമ്മാളുവിൻ്റെ വീട്ടിലും എത്തിയത്. ഒറ്റ ദിവസമേ അവിടെ നിന്നും മാറി നിന്നുള്ളെങ്കിലും കുട്ടികൾക്കൊക്കെ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നിരുന്നു. അമ്മാളുവിനെ കണ്ടതും അവർ അവളുടെ അരികിലേക്ക് ഓടി വന്നു. തൊടിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് അമ്മാളു അതിലൂടെയൊക്കെ കുട്ടിപ്പട്ടാളങ്ങളുമായിട്ട് നടന്നു. ശേഷം സന്തോഷത്തോടുകൂടി എല്ലാവരും ഒത്തുചേർന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രിയായി തിരിച്ചു പോയപ്പോൾ ഇറങ്ങാൻ നേരത്ത് അമ്മാളുവിന് ഒരുപാട് സങ്കടമായിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ നിറമൊഴികളോടെയാണ് അവളെ യാത്രയാക്കിയത്. ആരുവും മിച്ചുവും ഋഷിക്കുട്ടനും കൂടി അമ്മാളുവിനെയും കൂട്ടി കാറിലേക്ക് കയറി. നന്നായി ഫുഡൊക്കെ കഴിച്ചു വന്നതുകൊണ്ട് കാറിൽ കയറിയ പാടെ മിച്ചുവും ഋഷിക്കുട്ടനും ഉറങ്ങിപ്പോയിരുന്നു. പ്രഭയും മീരയും ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മാളു പക്ഷേ എല്ലാത്തിനും മുക്കിയും മൂളിയും മറുപടി കൊടുത്തു. അവൾക്ക് അച്ഛനെയും അമ്മയും വിട്ടുപോകുന്നതിൻ്റെ വിഷമമാണെന്ന് വൈകാതെ അവർക്ക് മനസ്സിലായി. രാത്രി 10 മണിയോടെ അടുത്താണ് എല്ലാവരും മടങ്ങിയെത്തിയത്. വിഷ്ണുവിൻ്റെ കാർ കിടക്കുന്നത് കണ്ടതും അമ്മാളുവിൻ്റെ നെഞ്ചിടിച്ചു. മീരയെടുത്തി അപ്പോൾ മിച്ചുവിനെയും ആരുവിനെയുമൊക്കെ തട്ടി ഉണർത്തുന്നുണ്ട്. കുട്ടികളെല്ലാവരും തന്നെ ഉറങ്ങിപ്പോയിരുന്നു. ഉറക്കപ്പിച്ചോടെ നടക്കുന്ന ഋഷിക്കുട്ടൻ്റെ കൈയും പിടിച്ച് അവൾ അകത്തേക്ക് കയറി ചെന്നു. സിദ്ധുവേട്ടൻ TV കാണുന്നുണ്ട്. വീട്ടിലെ വിശേഷങ്ങളൊക്കെ അവളോട് ചോദിച്ചു. അമ്മാളും മറുപടിയും നൽകി. മോളെ, നീ പോയി കിടന്നോ, നേരെ ഇത്രയായില്ലേ? പ്രഭയപ്പ പറഞ്ഞതും അമ്മാള് മുകളിലേക്ക് പോകുവാൻ തുടങ്ങി. വിഷ്ണുവേട്ടൻ ഇവിടെ ഇല്ലേ ആവോ, അതോ റൂമിലായിരിക്കുമോ ഓർത്തുകൊണ്ട് പെണ്ണ് സ്റ്റെപ്സ് ഒന്നൊന്നായി കയറി. ചാരിയിട്ടിരുന്ന ഡോറ് പതിയെ തുറന്നുകൊണ്ട് റൂമിലേക്ക് കയറിയതും കട്ടിലിൽ കിടന്നുകൊണ്ട് ഫോണിലെന്തോ വീഡിയോ കാണുന്ന വിഷ്ണുവിനെ അമ്മാളു കണ്ടു. ഡോറ് ലോക്ക് ചെയ്ത ശേഷം അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. അമ്മാളുവിൻ്റെ സാമീപ്യം അറിഞ്ഞിട്ട് പോലും വിഷ്ണു അവളെ മൈൻഡ് ചെയ്യാനേ പോയില്ല. വിഷ്ണുവേട്ടൻ കിടന്നായിരുന്നോ? അരികിൽ വന്ന് നിന്നവൾ ചോദിച്ചു. അവൻ പക്ഷേ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. പാവ അമ്മാളു, അവൾക്ക് ശരിക്കും സങ്കടം വന്നുപോയി. വിഷ്ണുവേട്ടാ, ഒരു വട്ടം കൂടി അവൾ വിളിച്ചു. ആള് പഴയപടി തന്നെ. പിന്നീട് അവൾ നേരെ ബാഗൊക്കെ കൊണ്ടുചെന്ന് ലൈബ്രറി റൂമിൽ വെച്ചിട്ട് വാഷ്റൂമിലേക്ക് പോയി. ഒന്ന് ഫ്രഷായി തിരികെ വന്നപ്പോൾ വിഷ്ണു എഴുന്നേറ്റ് ബെഡിലിരിപ്പുണ്ട്. അവൻ്റെ അടുത്തായി പോയിരുന്നു. എന്താ എന്നോട് മിണ്ടാത്തെ, പിണക്കമാണോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി ചോദിക്കുകയാണ് അമ്മാളു. പെട്ടെന്ന് വിഷ്ണു എഴുന്നേറ്റ് ജനാലയുടെ അരികിലായി പോയി നിന്നു. കഴിഞ്ഞ ദിവസം കുറെ മാസ് ഡയലോഗ് അടിച്ച ശേഷം നീ തിരികെ പോയതായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എന്തു പറ്റി? പുച്ഛഭാവത്തിൽ വിഷ്ണു അവളെ ഒന്ന് നോക്കി. അച്ഛനെയും അമ്മയൊക്കെ കാണണമെന്ന് തോന്നി, അതാ ഇന്നലെ പോയത്. എന്നിട്ട് അങ്ങനെ പറഞ്ഞല്ലല്ലോ നീ പോയത്. നിനക്ക് എൻ്റെ മുഖം പോലും കാണാൻ താല്പര്യമില്ല. ദേഷ്യമാണ്, വെറുപ്പാണ്. കല്യാണം കഴിച്ചതുപോലും മണ്ടത്തരമായിപ്പോയി. നിന്റെ ജീവിതം നശിപ്പിച്ചു. എല്ലാവരും കൂടി നിന്നെ ചതിച്ചു. എന്താടി ഇതൊക്കെ നീ മറന്നുപോയോ? വിഷ്ണു ചോദിച്ചതും അമ്മാളും മുഖം താഴ്ത്തി. ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കമ്മാളു നീ. ഭർത്താവിനെയും വീട്ടുകാരെയും ഒന്നും നീ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലും നിനക്ക് കോളേജിൽ പോകാമല്ലോ, അവൻ അമ്മാളുവിനെ നോക്കി പറഞ്ഞു. ഇവിടെ നിന്ന് എല്ലാവരും വന്നതുകൊണ്ട് മാത്രമാണ് നീ നിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം. ഇപ്പം തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോടും അച്ഛനോടും ഒക്കെ സംസാരിക്കാം. നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടുകയും ചെയ്യാം. ഒരു ഏങ്ങലടി ഉയർന്നു വന്നതും വിഷ്ണു മുഖം തിരിച്ചു നോക്കി. അരികിലിരുന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നവളെ കണ്ടു. വിഷ്ണുവേട്ടൻ എപ്പോഴും എന്നെ അകറ്റി നിർത്തുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെയൊക്കെ? അതുകൊണ്ട് ഇന്നലെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരികെ പോയത്. വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി പറയുകയാണ് അമ്മാളു. എന്നിട്ടിപ്പം മടങ്ങി വരാൻ എന്താ കാരണം? അവിടെ നിന്നോളാൻ മേലായിരുന്നോ? പെട്ടെന്ന് അവൻ ചോദിച്ചു. മറുപടിയൊന്നും പറയാതെ കൊണ്ട് അവൾ അപ്പോഴേക്കും എഴുന്നേറ്റ് ഓടി വന്ന് വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്നിട്ട് അവനെ ഇറുക്കി പുണർന്നു. കാണാണ്ടിരിക്കാനായില്ല. വിഷ്ണുവേട്ടനില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും പറ്റില്ല. ഉറക്ക പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മാളു അവൻ്റെ നെഞ്ചിൽ മുഖമിട്ടുരുട്ടി. ഇന്ന് ഒറ്റ രാത്രിയിൽ ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ട് കരഞ്ഞുവെന്നോ. എങ്ങനെയെങ്കിലും ഏട്ടൻ്റെ അരികിൽ എത്തിയാൽ മതിയെന്നായിരുന്നു അപ്പോഴത്തെ ചിന്ത. എന്നോടൊരല്പം പോലും സ്നേഹമില്ലെങ്കിലും എനിക്കെൻ്റെ ജീവൻ, എൻ്റെ പ്രാണന. അമ്മാളുവിൻ്റെ ശ്വാസം നിലയ്ക്കും വരെയും അങ്ങനെ തന്നെയായിരിക്കും പറഞ്ഞുകൊണ്ട് അവൾ ഒന്നുകൂടി അവനെ ആശ്ലേഷിച്ചു. അരികിലായി വന്ന് നിന്നവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയ ശേഷം പെണ്ണ് പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അവൻ്റെ വലങ്കൈ അവളുടെ ഇടുപ്പിൽ മുറുകിയിരുന്നു. ഇതെന്ത് തോന്നിയ ദിവസം നിങ്ങൾ കാണിക്കാൻ പോകുന്നത്?
ഏത് നേരവും ഇങ്ങനെ പിടിക്കാനും മാത്രം നിങ്ങൾക്ക് ലൈസൻസ് ഒന്നും ഞാൻ തന്നിട്ടില്ല കേട്ടോ. ഗൗരവത്തിൽ പറയുന്നവളെ കണ്ടതും ഉള്ളിൽ വിരിഞ്ഞ പുഞ്ചിരി സമൃദ്ധമായി ഒളിപ്പിച്ചുകൊണ്ട് വിഷ്ണു ഒന്ന് നോക്കി. നീ എനിക്ക് പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും നൽകണ്ടടി. അതിൻ്റെ ആവശ്യമൊന്നും തൽക്കാലം എനിക്കില്ല. പിന്നെ നിന്റെ എവിടെ വേണേലും തോണ്ടാനും പിടിക്കാനും ഒക്കെയുള്ള അധികാരമാണ് ഈ കാണുന്നത്. പറഞ്ഞുകൊണ്ട് അവൻ അമ്മാളുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. ശേഷം അവളുടെ താലിമാലയിൽ വിരൽ ചൂണ്ടി. അമ്മാളു അവനെ അപ്പോഴും തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് കിടക്കുന്നതിന് മുൻപേ കോളേജ് വെച്ച് ആ പയ്യൻ എന്താണ് പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞോണം. ഇല്ലെങ്കിൽ ഈ വിഷ്ണു ആരാണെന്ന് നീ അറിയും. ഓ പിന്നെ വലിയ കാര്യമായിപ്പോയി. അതെ, വിഷ്ണുവിൻ്റെ വിരട്ടിലൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല. ഇതാള് വേറെയാ. അവൻ്റെ മുന്നിൽ അത്രയ്ക്ക് പാവം കളിച്ചു നിന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മാളുവിന് തോന്നി.